പിടിച്ചാൽ ബ്രേക്ക് കിട്ടുമോ PMCക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ബ്രേക്ക് ഇടാൻ പറ്റൂല, ഒപ്പിട്ട് പോയില്ലേ എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. PMC പദ്ധതിയിൽ അനുനയങ്ങൾക്ക് വഴങ്ങാതെ CPI നാളത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കും. മുഖ്യമന്ത്രിക്കും തർക്കം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ആശങ്കയേറ്റുന്നത്. പാർട്ടി നയത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് മന്ത്രി GR അനിലും പറഞ്ഞു. ഉന്നത നേതാക്കൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. നാളെ എല്ലാ മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം അറിയില്ല എന്നായിരുന്നു പ്രതികരണം. അനാവശ്യ രാഷ്ട്രീയ വിവാദമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ദേശാഭിമാനി ലേഖനത്തിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രതികരണം ഒന്ന് കേൾക്കാം. നിങ്ങൾ അറിയേണ്ടുന്ന ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. ഞങ്ങളതിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഇപ്പം പോയിട്ടില്ല. അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് ഞങ്ങൾ. അതിൻ്റെ ഞാൻ മറുപടി അതിനെ സംബന്ധിച്ചോളം ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല, ആഗ്രഹിക്കുന്നുമില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറയും. ഇതാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. എൻ്റെ തലത്തിലല്ല ഇനി അത് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇനി ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും? മുഖ്യമന്ത്രി ബിനോയ് വിശ്വമായിട്ട് ഇന്നലെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഇന്ന് നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ല. ഫോണിലായിരിക്കുമോ സംസാരിക്കുക? അതല്ലെങ്കിൽ നാളെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് ആരായിരിക്കും ഈ CPI അനുനയിപ്പിക്കാനായിട്ട് ഇറങ്ങുക? മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPI അനുനയത്തിന് വഴങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. TV പ്രസാദും റോഷിപാലുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ഞാൻ TV പ്രസാദിലേക്ക് പോകുന്നു. TV പ്രസാദ്, GR അനിലുമായി നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇനി നാളെ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുൻപ് CPM-ന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ നേരിട്ട് വന്നിട്ടും ഫലം കാണാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ 4-ാം തീയതിയിലത്തെ കൗൺസിലിലേക്ക് പോകാനാണോ സാധ്യതയുള്ളത്? TV പ്രസാദ്. അരുൺ, ആ ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. കാരണം ഇതിൽ രണ്ട് നിലപാടുകളാണല്ലോ പ്രശ്നം. യഥാർത്ഥത്തിൽ CPIM പറയുന്നത് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, ഒപ്പിട്ട് പോയി, ഫണ്ടിന്റെ പ്രശ്നമുണ്ട്, ഒരു കാരണവശാലും അത് പിൻവലിക്കാൻ പറ്റില്ല, പക്ഷെ അതിൽ നമുക്കൊരു മെല്ലപ്പോക്കാകാം എന്നുള്ളതാണ് ഇപ്പോഴും CPIM-ന്റെ നിലപാട്. പക്ഷേ CPI അതിൽ പറയുന്നത് പദ്ധതിയിൽ നിന്ന് പിന്മാറി എന്ന രാഷ്ട്രീയ പ്രഖ്യാപനമില്ലാതെ ഈ പറയുന്ന CPIM പറയുന്ന കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ നമ്മൾക്ക് കഴിയില്ല, അതുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ 4 മന്ത്രിമാരും വിട്ടുനിൽക്കും എന്നുള്ളതാണ്. വിട്ടുനിൽക്കുമ്പോൾ തന്നെയുള്ള ഒരു കാര്യം ഇനിയിപ്പോൾ അറിയേണ്ടത്, 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിയോജനം രേഖപ്പെടുത്തി പുറത്തേക്കിറങ്ങുമോ, അതല്ല മന്ത്രിമാർ മുഖ്യമന്ത്രിയെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞ്, ഇന്ന കാരണം കൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞ് ഇറങ്ങി വരുമോ, അതല്ല പുറത്തെത്തി ഈ 4 മന്ത്രിമാരും നാളെ വാർത്താ സമ്മേളനം നടത്തുമോ എന്നുള്ളത് തന്നെയാണ് നാളത്തെ ഏറ്റവും ഉദ്യോഗം ജനിപ്പിക്കുന്ന ഒരു കാര്യമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും CPI ഇന്നലെ തീരുമാനിച്ചതുപോലെ മന്ത്രിസഭാ യോഗത്തിൽ ഇനി CPI മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണുള്ളത്. അടുത്ത ചോദ്യമുള്ളത് നവംബർ 4-ന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നവംബർ 4 വരെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനമെങ്കിൽ, സർക്കാരിന്റെ തീരുമാനമെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് CPI നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അരുൺ ഇപ്പോൾ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോകുന്നില്ല എന്ന് 2 തവണ മന്ത്രി GR അനിൽ പറയാനുള്ള കാരണവും. ഓക്കെ, റോഷി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി, ഇനി ചർച്ചയുടെ സാധ്യത എങ്ങനെയാണ്? ഇന്നലെ മുഖ്യമന്ത്രി ബിനോയ് വിശ്വമായിട്ട് നേരിട്ട് ഗസ്റ്റ് ഹൗസിൽ വന്ന് കൂടിക്കാഴ്ച നടത്തി. ഇന്നിപ്പോൾ നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ലല്ലോ. ഫോണിൽ വിളിച്ചുള്ള ചർച്ചയ്ക്കാണെങ്കിലും നേരിൽ കണ്ടതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയില്ല. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഫ്രീസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും മരവിപ്പിച്ച് നിർത്തിയിട്ട് ചർച്ച എന്ന മട്ടിലേക്ക് CPI മാറിയിട്ടുണ്ട്. പക്ഷേ മരവിപ്പിക്കുന്നത് എങ്ങനെ? സാങ്കേതികമായി അതിന് സാധിക്കില്ല. പകരം തിടുക്കത്തിൽ ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല, മെല്ലപ്പോക്കായിരിക്കും. അടുത്ത അക്കാഡമിക് ഇയർ പോലും ഈ പറയുന്ന പ്രധാന മാനദണ്ഡങ്ങളൊന്നും ഉണ്ടാവില്ല. ആദ്യം ഈ സർവശിക്ഷാ കേരളയുടെ പണം ഇങ്ങി കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് നിലപാട് എന്ന മട്ടിലായിരിക്കുമല്ലോ CPM അതിനെ സമീപിക്കാൻ പോകുന്നത്. ഇനി ചർച്ചകളുടെ ഒരു സാധ്യത എന്തായിരിക്കും റോഷി?
അരുൺകുമാർ, CPIM ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അനുനയ നീക്കത്തിന്റെ ഭാഗമായി എന്തുകൊണ്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനമെടുത്തു എന്ന കാര്യം ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ ഈ പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാതെ ഈ പദ്ധതി ഏതെങ്കിലും തരത്തിൽ NEP ഇവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന ആരോപണങ്ങൾ ഉയർത്തുന്നത് പോലെ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് CPIMനുണ്ട്. ഈ കാര്യം കൃത്യമായി CPI ബോധ്യപ്പെടുത്തി. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് അവർ പ്രഖ്യാപിച്ചു. അത് പൊതുമധ്യത്തിൽ ഇനി ആ നിലപാട് തിരുത്തുമ്പോൾ അവർക്ക് അത് പൊതുസമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം CPIMന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടി വരും. പക്ഷേ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറില്ല, പക്ഷേ അതിന്റെ വേഗം കുറക്കും. നടപ്പിലാക്കുന്ന ഒരു പക്ഷേ അടുത്ത അധ്യയന വർഷം നടപ്പിലാക്കാതെ വളരെ പതുക്കെ പദ്ധതി നടപ്പിലാക്കുക. അതേസമയം തന്നെ ഈ സർവ്വശിക്ഷ അഭിയാന്റെ ഇപ്പോൾ നൽകാത്ത പണം, കുടിശ്ശികയായി നിൽക്കുന്ന ആ കേന്ദ്ര സർക്കാരിന്റെ കൈവശമുള്ള 1500 കോടി രൂപ അത് എങ്ങനെയെങ്കിലും സംസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നത്. ഒപ്പം തന്നെ ഈ പദ്ധതി പതുക്കെ നടപ്പിലാക്കും. അത് സർക്കാരിന് അല്ലെങ്കിൽ CPIMന്റെയോ LDFന്റെയോ നിലപാടിന് വിരുദ്ധമായ ഒന്നും നടപ്പിലാക്കിയില്ല എന്ന ഉറപ്പൊക്കെ നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമം തന്നെയാകും. പക്ഷേ ടെലിഫോണിൽ മാത്രമേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ബിനോയ് വിശ്വവുമായി സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം തൃശൂരിലാണ് പിണറായി വിജയൻ എന്ന പരിപാടിയുള്ളത്. ഒരുപക്ഷേ നാളത്തെ യോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 4-ന് ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം ഏറ്റവും പ്രധാനപ്പെട്ട നാളെ നടക്കുന്ന ക്യാബിനറ്റിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ വരുന്ന ക്യാബിനറ്റുകൾ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എടുക്കുന്ന CPIയുടെ തീരുമാനം അത് LDFനെ ബാധിക്കും, തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPM CPI ചർച്ച ഇനി എങ്ങനെ എന്നുള്ളതിലാണ് എല്ലാവരുടെയും ഒരു ആകാംക്ഷ. അതിനിടയിൽ ഒരു LDF യോഗം വരാനുള്ള സാധ്യതയുള്ളൂ. കാത്തിരിക്കാം.